അടുത്ത വർഷം 2027 എന്നാൽ ഇതേ ചോദ്യം ആന്ത്രോപിക് ഇപ്പൊ പുതിയതായിട്ട് ഇറക്കിയ ഓപ്പസ് 4.7 എന്ന് പറയുന്ന മോഡൽ, അതായത് ആന്ത്രോപിക് പറയുന്ന അനുസരിച്ച് 94% തിങ്കിങ് ആൻഡ് റീസണിങ് കേപ്പബിലിറ്റീസ് ഒക്കെ ഉള്ള ഏറ്റവും ബെസ്റ്റ് മോഡൽ എന്നാണ് ആന്ത്രോപിക് പറയുന്നത്. ആ മോഡലിനോട് ഒരാൾ ചോദിച്ചു. അത് വെറുതെ ചുമ്മാ ചോദിച്ചതല്ല, അതിന്റെ എക്സ്ട്രാ ഹൈ തിങ്കിങ് മോഡിലിട്ടാണ് ചോദിച്ചത്. അങ്ങനെ ചോദിച്ചപ്പോൾ അത് പറഞ്ഞ എന്താണെന്നറിയോ? അടുത്ത വർഷം 2027 അല്ല, 2027 വരാൻ പോകുന്നത് 2026 കഴിഞ്ഞിട്ടാണ്. ഈ വർഷം 2026 ആണ്. ഈ 2026 കഴിഞ്ഞ് വരുന്നത് 2027 ആണ്. ഞാൻ ഈ പറഞ്ഞത് എന്ത് തേങ്ങയാണെന്ന് നിങ്ങൾ ചോദിച്ചാൽ അതാണ് ഈ മോഡൽ തന്ന ഉത്തരം. അപ്പൊ അയാൾ ചോദിച്ചു എന്ത് സാധനമാണ് നീ പറയുന്നത്, ആദ്യം പിന്നെ നീ അല്ലാന്ന് പറഞ്ഞ എന്തിനാ? അപ്പൊ ആ മോഡൽ ഇടന്ന് ഉരുണ്ട് കളിക്കുന്നു. ഈ ഉത്തരം തരുന്നതിന് അയാളുടെ ഡെയിലി ലിമിറ്റ് ഉണ്ടല്ലോ, $200 കൊടുക്കുന്ന ആളുടെ ഡെയിലി ലിമിറ്റിൽ 7% ഉപയോഗിച്ചു. ഈ മണ്ടൻ ഉത്തരം തരുന്നതിന്. അടുത്ത വർഷം 2027 ആണോ അല്ലേ എന്ന് ചോദിച്ചതിന്. ക്ലോഡ് കോഡ് ഉപയോഗിക്കുന്നവരാണ് അറിയാം. കുറച്ച് നാൾ മുമ്പ് ഓപ്പസ് 4.6ന്റെ ഒരു ഓവറോൾ പവർ ഒക്കെ ആന്ത്രോപിക്ക് കുറച്ചായിരുന്നു. അപ്പൊ അന്ന് ഒരു സൈഡിലുള്ള ആൾക്കാർ പറഞ്ഞു ഏതോ കൊള്ളാത്തൊരു മോഡൽ ഇറക്കാൻ പോവാണ്, അതിന്റെ കഴിവുകേട് അറിയാതിരിക്കാനാണ് ആന്ത്രോപിക്ക് ഇപ്പോൾ ഓൾറെഡി ഉള്ള മോഡലിന്റെ പവർ കുറച്ചതെന്ന്. അതായത് ഇപ്പൊ നിങ്ങൾ ജ്യൂസ് കട നടത്തുമെന്ന് വിചാരിക്കും, നിങ്ങളുടെ ഓൾറെഡി ഒരു ജ്യൂസ് കൊടുക്കുന്നുണ്ട്, ആൾക്കാർക്ക് ഇഷ്ടവുമാണ്. അപ്പൊ നിങ്ങൾ പുതിയൊരു ജ്യൂസ് ഉണ്ടാക്കി, അത് പഴയ ജ്യൂസിനെക്കാളും ഒരു ഇത്തിരി ബെറ്ററേ ഉള്ളൂ. അപ്പൊ അത് ആൾക്കാർ എടുക്കാൻ ചാൻസ് കുറവാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഓൾറെഡി ഉള്ള ജ്യൂസിന്റെ ടേസ്റ്റും മധുരമൊക്കെ കുറച്ചിട്ട് പുതിയത് ഇറക്കും. അപ്പൊ ആൾക്കാർ വാങ്ങി. ഈ ഒരു സ്ട്രാറ്റജിയാണ് ആന്ത്രോപിക് ഇവിടെ ഫോളോ ചെയ്തിരിക്കുന്നത്. ഓപ്പസ് 4.6ന്റെ പവർ ആദ്യം കുറച്ചു, എന്നിട്ട് കൊള്ളാത്ത മോഡൽ ഇറക്കുന്ന രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ അന്ന് മറ്റൊരു സൈഡ് ആൾക്കാർ പറഞ്ഞു അല്ല, ഏതോ വലിയ മോഡൽ വരാതിരിക്കുകയാണ്, അപ്പൊ അതിന് കമ്പ്യൂട്ട് പവർ വേണം, ആ കമ്പ്യൂട്ട് പവർ സേവ് ചെയ്യാനാണ് ഇവർ ഓൾറെഡി ഉള്ള മോഡലിന്റെ പവർ കുറച്ചതെന്ന് ആദ്യം പറഞ്ഞ ആൾക്കാർ പറഞ്ഞതായിരുന്നു ശരി. ഇപ്പോൾ ഓപ്പസ് 4.7 എന്ന് പറഞ്ഞൊരു മോഡൽ ഇറക്കി വെച്ചിട്ടുണ്ട്, വെറും കഴിവുകെട്ട മോഡൽ. അതായത് കഴിഞ്ഞ മോഡലിനെക്കാളും ഒരുപാട് കഴിവുകെട്ട മോഡൽ. അത് കഴിഞ്ഞ മോഡൽ സെയിം സാധനം തന്നെ. അതായത് ഓപ്പസ് 4.6 എടുത്തിട്ട് നിങ്ങൾ അതിന്റെ കംപ്ലീറ്റ് ഇതും എടുത്ത് കളഞ്ഞാൽ എന്ത് ചെയ്യും? അതിന്റെ ഫുൾ എബിലിറ്റീസും എടുത്ത് കളഞ്ഞാൽ എന്ത് ചെയ്യും? അതാണ് ഓപ്പസ് 4.7. ആന്ത്രോപിക്കിന്റെ കാർഡാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇവിടെ ക്ലിയർ ഇംപ്രൂവ്മെന്റ്സ് വന്നേക്കുന്നിടത്ത് അവർ ബോൾഡായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ആ ഒരു എബിലിറ്റി പെർഫോമൻസ് കുറഞ്ഞ സാധനങ്ങൾ അവർ ബോൾഡ് ആക്കാതെയും വെച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, എല്ലാ കമ്പനികളും ചെയ്യുന്നൊരു മാർക്കറ്റിംഗ് സംഭവമാണത്. പക്ഷേ നമ്മളിവിടെ ചിന്തിക്കേണ്ട കാര്യം, ഇവർ ഇമ്പ്രൂവ് ആയെന്ന് പറയുന്ന സാധനങ്ങളുണ്ടല്ലോ, അതൊന്നും ഇമ്പ്രൂവ് ആയിട്ടില്ല. കുറച്ച് നാൾ മുമ്പ് ജെമിനെ എടുത്ത് ഒരുപാട് ആളുകൾ ചോദിച്ച ഒരു ചോദ്യം ഉണ്ടല്ലോ, 50 മീറ്റർ അപ്പുറത്താണ് എൻ്റെ കാർ വാഷ്, എൻ്റെ കാർ എനിക്ക് വാഷ് ചെയ്യണം, ഞാൻ നടന്നു പോകണോ അതോ കാറും എടുത്ത് പോകണമെന്ന്. ഏതൊരാളും പറയും ഞാൻ കാറും എടുത്ത് പോയാലല്ലേ കാർ വാഷ് ചെയ്യാൻ പറ്റൂ, അതുകൊണ്ട് കാർ എടുത്ത് പോകണമെന്ന്. പക്ഷേ ജെമിനായി അന്ന് പറഞ്ഞത് നടന്നു പോകണമെന്നാണ്, മണ്ടത്തരമാണ്. എന്നാൽ ഓപ്പസ് 4.6 സർപ്രൈസിംഗ്ലി അത് കാറും എടുത്ത് പോകണമെന്ന് പറഞ്ഞു. അതായത് ഓപ്പസ് 4.6ന് ജെമിനയെക്കാളും റീസണിങ് പവർ ഉണ്ടെന്ന്. എന്നാൽ ഓപ്പസ് 4.7 വന്നപ്പോൾ അത് തന്നെ ഉത്തരവിതാ, നടന്നു പോകണം. അതായത് നമുക്കിവിടെ ഒരു ക്ലിയർ പെർഫോമൻസിന്റെ ആ ഒരു ഡ്രോപ്പ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഞാൻ കഴിഞ്ഞ മിത്തോസിന്റെ വീഡിയോയിൽ ഒരു സിസ്റ്റം കാർഡ് പറഞ്ഞില്ലായിരുന്നു, മിത്തോസിനെ കുറിച്ച് എല്ലാം പറയുന്ന ഒരു സിസ്റ്റം കാർഡ്. അത് ആന്ത്രോപിക്ക് എല്ലാ മോഡൽ ഇറക്കുമ്പോഴും കൂടെ ഇറക്കുന്ന ഒരു സംഭവമാണ്. ആ സിസ്റ്റം കാർഡ് വായിച്ചാൽ ആ ഇറക്കിയ മോഡലിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാവും. മിത്തോസിന്റെ സിസ്റ്റം കാർഡ് വെച്ച് ഞാൻ ചെയ്ത വീഡിയോയിൽ പ്രിഡിക്റ്റ് ചെയ്ത പല കാര്യങ്ങളും നടന്നു. ഓക്കെ, ആ വീഡിയോയ്ക്ക് ശേഷം അത് ഞാൻ ഈ ഒരു ടോക്കിന്റെ ലാസ്റ്റ് പറയാം. അപ്പോൾ ഈ മോഡലിന്റെ കൂടെ ഇറക്കിയ സിസ്റ്റം കാർഡിനകത്ത് ഇങ്ങനെ ഒരു ഗ്രാഫ് ഉണ്ട്. അതായത് ലോങ് ആയിട്ടുള്ള കോണ്ടെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് വലിയ വലിയ കോഡ് ബേസുകളിലും കാര്യങ്ങളിലും ഉള്ള മോഡലിന്റെ പെർഫോമൻസ്. ഓപ്പസ് 4.6 ഇവിടെ 90% അതിന് കാണിക്കുന്നുണ്ട്, അതിൻ്റെ ഒരു എബിലിറ്റി കാണിക്കുന്നുണ്ട്. പക്ഷേ 4.7 വന്നപ്പോൾ അത് 50% ആയി, പകുതിയായി കുറഞ്ഞു. ഇത് ബാക്കി ഒരു കോമ്പീറ്റിംഗ് കമ്പനി ഒന്നും അല്ല പറയുന്നത്, ആന്ത്രോപിക്ക് തന്നെ പറയുന്ന കാര്യമാണ്. ലോങ് കോണ്ടെക്സ്റ്റുകളിൽ ലോങ് കോഡ് ബേസുകളിൽ ഇതിൻ്റെ എബിലിറ്റി കുറഞ്ഞു എന്നുള്ളത്. എന്നാൽ അത് 2,56,000 ടോക്കന്റെ ലിമിറ്റ് വെച്ചുള്ള ഒരു ടെസ്റ്റ് ആയിരുന്നു. എന്നാൽ അതേ പേപ്പറിൽ തന്നെ അതേ സിസ്റ്റം കാർഡിൽ തന്നെ നിങ്ങൾ തൊട്ടിപ്പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും 1 മില്യൺ ടോക്കൺ ലിമിറ്റ് ഉള്ളതിനകത്തും പെർഫോമൻസ് ഡീഗ്രഡേഷൻസ് ഉണ്ട്. നിങ്ങൾ ടെക് ട്വിറ്റർ ഒന്ന് എടുത്തു നോക്കിയാൽ മനസ്സിലാവും, അതിനകത്ത് വൈപ്പ് കോഡർമാർ കിടന്ന് കരയുവാണ്. എന്തിനാണെന്നറിയോ? ഇതിന് ബുദ്ധി പറഞ്ഞതുകൊണ്ടോ അതുകൊണ്ടോ ഒന്നുമല്ല, ഇവരെ ടോക്കൺ നിറയുന്നു. അതായത് $200 പ്ലാൻ കൊടുത്തിട്ടും ഈ മോഡലിലോട്ട് സ്വിച്ച് ചെയ്തപ്പോൾ ഒരുപാട് ടോക്കൺ ഉപയോഗിക്കുന്നു. അതായത് ഇവർക്ക് ക്ലിയർ ആയിട്ടൊരു റിസൾട്ടും കിട്ടുന്നില്ല, പക്ഷേ ടോക്കൺ ഒരുപാട് ഉപയോഗിക്കുകയും ചെയ്യുന്നു. AI മോഡൽസ് വർക്ക് ചെയ്യുന്നത് ഒരു വലിയ പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ടോക്കണായിട്ട് കട്ട് ചെയ്യും, ഓരോ വേർഡ്സ് ആയിട്ട് കട്ട് ചെയ്യും. എന്നാൽ ഈ പുതിയതായിട്ട് വന്ന ഈ മോഡല് ഓരോ വൈറ്റ് സ്പേസ്, നമ്മൾ ചുമ്മാ സ്പേസ് അടിക്കത്തില്ലേ, അതിനവർ ഒരു ടോക്കണായിട്ട് കണ്ടാ ചെയ്യുന്നത്. അതായത് ആന്ത്രോപിക്കിന്റെ ലക്ഷ്യം മാക്സിമം ഈ മോഡലിനെ സെല്ല് ചെയ്യുക. അതായത് ഇപ്പോൾ AI മുമ്പോട്ട് പോകുന്നത് ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റത്തില്ല എന്നൊരു രീതിയിലാണ്. അതായത് നിങ്ങളൊരു AI കമ്പനി നടത്തുവാണെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന പ്രോഫിറ്റ് 0 ആണ്, ലിറ്ററലി 0 ആണ്. അതായത് നിങ്ങൾ AI ഉണ്ടാക്കാൻ ചെലവാക്കുന്ന പൈസ നിങ്ങൾ തിരിച്ചുണ്ടാക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ആന്ത്രോപിക്കിന്റെ ഈ ഒരു കളി ഈ മോഡലിൽ നിന്നും
മാക്സിമം പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇനി ഞാൻ മിത്തോസിൻ്റെ വീഡിയോയിൽ പ്രെഡിക്റ്റ് ചെയ്ത കാര്യം ഞാൻ പറഞ്ഞായിരുന്നു, ഓൾറെഡി ഉള്ള അത്യാവശ്യം റീസണിങ് കേപ്പബിലിറ്റി ഉള്ള മോഡലിന് പാരലൽ റണ്ണിങ് ടാസ്കുകൾ കൊടുത്താൽ, ഒരു കോഡ് ബേസിൽ ഒരുപാട് ഏജൻറ്റുകൾ റൺ ചെയ്യുന്ന രീതിയിൽ ഒരു ടാസ്ക് കൊടുത്താൽ അതിന് മിത്തോസ് കണ്ടുപിടിച്ചതിനെക്കാളും ബഗ്ഗുകൾ ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ മിത്തോസിൻ്റെ അത്ര എബിലിറ്റി കിട്ടുമെന്ന്. അന്ന് കമൻറ്റ് സെക്ഷനിൽ ഒരുപാട് ആളുകൾ വന്നിട്ട് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഒരുപാടല്ല, 2-3 പേര് വന്ന് പറഞ്ഞായിരുന്നു. അവരുടെ എനിക്ക് പറയാനുള്ള കാര്യം, റീസെൻ്റ്ലി സാം ആൾട്ട്മാൻ എന്ന മാൻ അയാളുടെ GPT 5.4നും സെയിം പാരലൽ ടാസ്ക് കേപ്പബിലിറ്റി കൊടുത്തു. മിത്തോസിനെക്കാളും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്തു. ഞാൻ ആ വീഡിയോയ്ക്കകത്ത് പറഞ്ഞതാണ്, ആ ടോക്കിനകത്ത് പറഞ്ഞതാണ്, മിത്തോസ് എന്ന് പറയുന്നത് ഒരു മോഡലല്ല, ഓൾറെഡി ഉള്ള മോഡലിനെ, അവരുടെ ഒരു റീസണിങ് കേപ്പബിലിറ്റി ഉള്ള മോഡലിനെ ഈ പാരലൽ റണ്ണിങ് ടാസ്ക് കൊടുത്തതാണ്. ഈ GPT 5.4 ഇതിങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോൾ വർക്കായല്ലോ, അതൊരു പുതിയ മോഡൽ കണക്കാണ് OpenAI ഇറക്കിയിരിക്കുന്നത്. GPT 5.4 സൈബർ എന്നും പറഞ്ഞ് ആന്ത്രോപ്പിക് ചെയ്ത സ്ട്രാറ്റജിയിൽ നിന്നും വളരെ ലൂസായിട്ടാണ് OpenAI അത് ഇറക്കുന്നത്. അപ്പോൾ OpenAI ആ പരിപാടി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മിത്തോസ് തട്ടിപ്പോയി, അതിൻ്റെ കാറ്റ്, അതിൻ്റെ ഹൈപ്പിൻ്റെ വെടിയൊക്കെ തീർന്നു. ഇനി നമുക്ക് അടുത്ത ആഴ്ച ആന്ത്രോപ്പിക്ക് എന്ത് കുരുത്തക്കേട് കാണിക്കാനാണ് പോകുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് അടുത്ത ആഴ്ച അവരെക്കുറിച്ച് ടോക്ക് ചെയ്യാം. കാരണം ഇപ്പോൾ ഒരുപാട് പേര് പറയുമായിരിക്കും, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ആന്ത്രോപ്പിക്കിനെ കുറ്റം പറഞ്ഞു, ഈ വീഡിയോയിൽ ആന്ത്രോപ്പിക്കിനെ കുറ്റം പറഞ്ഞു. കാരണം ഓരോ ആഴ്ച ഇവന്മാർ ഓരോരോ കുനിഷ്ടൊപ്പിച്ച് വെക്കും. കഴിഞ്ഞ ആഴ്ച മിത്തോസ് ഇറക്കിയിട്ട് പറഞ്ഞ് ഇത് സൈബർ സെക്യൂരിറ്റി ഫുൾ ഇതാക്കും എന്നൊക്കെ പറഞ്ഞ് ഹൈപ്പ് കയറ്റിയിട്ട് എല്ലാ കമ്പനികളെയും വിളിച്ചു കൂട്ടി നിങ്ങൾക്ക് മാത്രമേ തരത്തുള്ളൂ എന്നൊക്കെ ആക്കി സെറ്റ് ചെയ്തു. എന്നിട്ട് ഈ ആഴ്ച വന്നിട്ട് ഓൾറെഡി ഉള്ള മോഡലിൻ്റെ പവർ കുറച്ചു, അതിനെക്കാളും കഴിവട്ട വേറൊരു മോഡലിനെ ഇറക്കി, എന്നിട്ട് അതാണ് ഏറ്റവും ബെസ്റ്റ് മോഡൽ എന്ന് പറഞ്ഞു, എന്നിട്ട് അതിൻ്റെ ടോക്കൺ ലിമിറ്റും കൂട്ടി. അടുത്ത ആഴ്ചത്തെ ടോക്കിൽ കാണാം. ബൈ.